എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മിയാമി റോസ് എന്ന് പറയുന്ന വാട്ടർ ലില്ലിയുടെ പ്ലാന്റിംഗ് മെത്തേഡാണ്. അതായത് ഇതൊരു ട്യൂബർ പ്ലാന്റാണ്. ട്യൂബർ പ്ലാന്റിൽ നിന്നും തൈകൾ എടുത്തിട്ട് നമ്മളത് വീണ്ടും തൈ നട്ടു കൊടുക്കുന്ന രീതിയാണ്. നമ്മളതിന് അല്ലാതെ ലീഫിൽ നിന്ന് തൈകൾ കിട്ടുന്ന വാട്ടർ ലില്ലീസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വാട്ടർ ലില്ലിയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരെണ്ണമാണ് മിയാമി റോസ്. നല്ല മജന്ത കളറിലുള്ള വാട്ടർ ലില്ലിയാണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ഇതിപ്പോഴും അതിൻ്റെ ട്യൂബറാണത്. ട്യൂബർ ഇളക്കി എടുത്തപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ ട്യൂബറിൽ നിന്ന് ഇളക്കി എടുത്തിട്ടുള്ള തൈകളാണത്. അത് ഒറ്റയായിട്ട് നിൽക്കുകയാണ്. ഇനി അതിൽ നിന്നും ചെറിയതല്ല, ഒരുവിധം വലിയ തൈകൾ തന്നെയാണ്. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ വലിയ പ്ലാന്റ് വീണ്ടും നട്ടു കൊടുക്കാവുന്നതാണ്. ആ ട്യൂബർ ഇളക്കിയെടുത്തത് നമ്മൾ ഒരു കൊച്ചു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ അത് വേഗം തന്നെ അതിനകത്ത് തൈകളുണ്ടാവുകയും വീണ്ടും നമുക്ക് ഇതുപോലെ ഒരുപാട് പ്ലാന്റുകൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ലോട്ടസിൻ്റെ കൂട്ട് തന്നെ നമുക്ക് വാട്ടർ ലില്ലിക്കും ട്യൂബറിൽ നിന്നും തൈകൾ ഉണ്ടാവുകയും അങ്ങനെ പോട്ട് ചെയ്ത് ഒരുപാട് പ്ലാന്റുകളാക്കാവുന്നതുമാണ്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ നല്ല വേരോട് കൂടിയ വലിയ പ്ലാന്റാണ് മിയാമി റോസ്. അതിൻ്റെ തൈകൾ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം അതിൻ്റെ തൈകൾ എടുക്കാൻ. വേരൊന്നും പൊട്ടിപ്പോകാതെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ തൈകൾ ഓരോന്നായിട്ട് അടർത്തി എടുക്കണം. അതും ചെറിയ ട്യൂബറോട് കൂടിയുള്ള പ്ലാന്റാണ്. അപ്പോൾ ട്യൂബർ ഉണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ലില്ലി അഴുകിപ്പോയാലും അതിൻ്റെ ലീഫൊക്കെ അഴുകിപ്പോയാലും ട്യൂബറിൽ നിന്ന് തന്നെ അത് പിടിച്ച് കിട്ടിക്കോളും. നിങ്ങൾ വാട്ടർ ലില്ലിയുടെ ലീഫൊക്കെ അഴുകിപ്പോയാൽ ആ ട്യൂബർ കളയരുത്. ട്യൂബർ എടുത്ത് വെള്ളത്തിലിട്ടിരുന്നാൽ വീണ്ടും പ്ലാന്റ് സ്പ്രൗട്ട് ചെയ്ത് വരും. അതുകൊണ്ട് വാട്ടർ ലില്ലിയൊക്കെ പോട്ട് ചെയ്യുമ്പോൾ അത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒരുപാട് താഴ്ത്തിയും ട്യൂബർ വെച്ച് കൊടുക്കരുത്. കുറച്ചൊന്ന് താഴ്ത്തിയാൽ മതി. ടബിൻ്റെ നടുക്ക് ലേശം ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് പറമ്പിലെ മണ്ണിട്ട് കൊടുത്ത് ടബിൻ്റെ നടുക്ക് തന്നെ ആ ട്യൂബറും വേരും കൂടി കുറച്ചൊന്ന് താഴ്ത്തി കൊടുത്തിട്ട് നമ്മൾ മണ്ണിട്ട് സെറ്റ് ചെയ്ത് നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ വെള്ളം നിറച്ച് അസോളയിട്ടൊക്കെ വെച്ചാൽ നല്ല രീതിയിൽ തന്നെ പ്ലാന്റ് പിടിച്ച് കിട്ടും. വാട്ടർ ലില്ലിയൊക്കെ വാങ്ങിക്കുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല രീതിയിൽ പ്ലാന്റ് പിടിച്ച് കിട്ടുകയും ചെയ്തു. ഇപ്പോഴും 3 തൈകളുണ്ട്. തൈകളെല്ലാം അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ്. അപ്പോൾ മിയാമി റോസിൻ്റെ പ്ലാന്റുകൾ വേണ്ടവർക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഇനി നമ്മളത് പോട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും. 3 നല്ല ട്യൂബർ പ്ലാന്റുകളാണ്. 150 രൂപയാണ് പ്ലാന്റിന് റേറ്റ്. അല്ലാതെ വാട്ടർ ലില്ലിയും വാട്ടർ പ്ലാന്റും ഒക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട്. കൊളക്കേഷ്യ പ്ലാന്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കാം. മിയാമി റോസിൻ്റെ പ്ലാന്റുകൾ മാത്രം വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാവുന്നതാണ്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ടബൊക്കെ നല്ലതുപോലെ നിറഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല. കുറച്ച് വെള്ളം മാറ്റണം. ഇതിപ്പോൾ ഒരുപാട് വെള്ളമുണ്ട്. ടബിനകത്ത് നിറച്ച് വെള്ളമുണ്ട്. ഒരു ലോട്ടസും കൂടിയാണ് അതിനകത്ത് പോട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ചെറിയ ഫ്ലവറായത്. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നല്ല പ്ലാന്റുകളാണ് ഇത്. മൂന്നും ട്യൂബറോട് കൂടിയ പ്ലാന്റുകളാണ്. അതിനെ നമ്മൾ വേറൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചു തരികയും ചെയ്യാം. വേണ്ട കൂട്ടുകാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. മജന്ത കളറിലുള്ള വാട്ടർ ലില്ലിയാണ്. നല്ല ഫ്ലവറാണ്. ലീഫും നല്ല വെരിഗേഷനാണ് കാണാനായിട്ട്. നമുക്കിതുപോലെ ഒരുപാട് തൈകൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. പിന്നെ പോട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ വാട്ടർ ലില്ലിയൊക്കെ പോട്ട് ചെയ്യുമ്പോൾ എല്ലുപൊടിയൊന്നും ഉപയോഗിക്കാതിരിക്കുക. ആദ്യമേ എല്ലുപൊടിയൊക്കെ ഉപയോഗിച്ചാൽ പ്ലാന്റുകൾ അളിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പം മഴയൊക്കെ ഒരുപാടായതിനാൽ ചിലപ്പം പ്ലാന്റുകൾ നമുക്ക് ചീത്തയായി പോകും. അപ്പോൾ അത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതുപോലെ തന്നെ നമുക്ക് പ്ലാന്റൊക്കെ പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും. വാട്ടർ പ്ലാന്റൊക്കെ ഈ രീതിയിൽ തന്നെയാണ് നടുന്നത്. കണ്ടാൽ തന്നെ അറിയാം. ഞാൻ ട്യൂബറൽ പ്ലാന്റുകളെല്ലാം മാറ്റിയതിന് ശേഷം ആ വലിയ പ്ലാന്റ് മാത്രം അത്രയും മാത്രം താഴ്ത്തി നമ്മുടെ വിരലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ആ വേരും ട്യൂബറും കൂടി മാത്രം ഒന്ന് താഴ്ത്തി ടബിൻ്റെ നടുക്ക് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കല്ലോ ഒരു ചെറിയൊരു വെയിറ്റ് എടുത്ത് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിരുന്നാൽ മതി. ഇപ്പം വെള്ളം നിറച്ചുണ്ടായതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വന്നില്ല.
അങ്ങനെ ഒരു കല്ലും ഒരു വെയിറ്റും കൂടി എടുത്ത് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം മഴയൊക്കെ പെയ്യുമ്പോൾ ചിലപ്പോൾ പ്ലാന്റ് എൻ്റെ ആ സെൻറ്ററിൽ നിന്നും പ്ലാന്റ് അടർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എടുത്ത് വെച്ച് കൊടുത്തത്. ഇനിയും ആ പ്ലാന്റ് അവിടെ നിന്ന് ട്യൂബർ ആവുകയും നമുക്കിതുപോലെ ഒരുപാട് പ്ലാന്റുകൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ട്യൂബർ പ്ലാന്റിൻ്റെ മെത്തേഡൊക്കെ ഇങ്ങനെയാണ്. വാട്ടർ ലില്ലിയുടെ ട്യൂബർ പ്ലാന്റുകൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പ്ലാന്റുകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ലീഫിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ ഒരുപാട് തൈകൾ മിക്ക വാട്ടർ ലില്ലിക്കും കിട്ടും. ചിലതിനേ ഉള്ളൂ തൈകൾ കുറച്ച് കിട്ടുന്നത്. ഇതിനൊക്കെ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ്. അതുപോലെ തന്നെ തുടക്കക്കാർക്ക് പറ്റിയ മിക്രാന്ത ബ്ലൂവും ബ്ലൂ ബിസിലും ഒക്കെ നമുക്ക് ഇസ്ലാം മൊറാഡ ഇതൊക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട്. വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കാം. ആ പ്ലാന്റ് അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെയുള്ള മറ്റ് 3 പ്ലാന്റുകളും കൂടി ഞാൻ വിചാരിച്ച് അതൊരു പോട്ടായിട്ട് വെക്കാമെന്ന്. വേറെ പോട്ടില്ലാത്തത് കൊണ്ട് അത് വേറൊരു ചെറിയ പോട്ടിനകത്ത് 3 പ്ലാന്റ് നമ്മൾ അതേ രീതിയിൽ തന്നെ നട്ടു കൊടുക്കുകയാണ്. നേരത്തെ ഇരുന്ന ഒഴിഞ്ഞ ചട്ടിയാണത്. ഒഴിഞ്ഞ ചട്ടിക്കകത്ത് മണ്ണ് മാത്രമേ നമ്മൾ അതിനകത്ത് നിറച്ചിട്ടുള്ളൂ. മണ്ണ് നിറച്ചിട്ട് ഇതുപോലെ ഈ പ്ലാന്റുകൾ കുറച്ച് ട്യൂബർ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക. ഒരുപാട് താഴ്ത്തരുത്, കാരണം ഈ ട്യൂബറുകൾ അളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ട്യൂബറുകൾ അഴുകിപ്പോയാൽ പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ ആ 3 പ്ലാന്റും കൂടി തൽക്കാലം ഇതിനകത്തോട്ട് തന്നെ വെച്ചിട്ട് പോട്ടായിട്ട് വെക്കാമെന്ന് വിചാരിച്ച് പോട്ടായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗം തന്നെ അതും പിടിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ പ്ലാന്റുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കുക, എൻ്റെ കൂട്ടുകാർക്ക് അയച്ചു തരുന്നതാണ്. ഇപ്പോൾ ഈ 3 പ്ലാന്റും കൂടി ഞാൻ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിക്കോളും. ഇതിപ്പോൾ നേരത്തെ ഒരു ടബിനകത്ത് ഞാൻ വേറെ വാട്ടർ ലില്ലിയൊക്കെ പോട്ടായിട്ട് വെച്ചിരുന്നതാണ്. തൽക്കാലം അതിലോട്ട് ഇറക്കി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. നോക്കിയപ്പോൾ ഒരുപാട് പായലുകൾ, അതുപോലെ തന്നെ പായലും ഒക്കെ ഒരുപാട് അതിനകത്ത് ഉണ്ട്. പാട പോലെ വന്ന് കിടപ്പുണ്ട്. അതൊക്കെ നീക്കം ചെയ്ത് കൊടുക്കണം. അപ്പോൾ തുടർച്ചയായിട്ട് മഴ കാരണം നമ്മളതൊന്നും കുറച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഒച്ചിൻ്റെ ശല്യം ഒരുപാടുണ്ട്. നല്ല വെയിലുള്ളപ്പോൾ ഈ ഒച്ചിനെയൊക്കെ എടുത്തിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് മരുന്നൊന്നും കൊടുത്തിട്ടില്ല ഇതേവരെ. പിന്നെ ക്യാബേജിൻ്റെ ലീഫൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. കുറച്ചങ്ങനെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഒച്ചിനെയൊക്കെ. ഇപ്പോൾ ആ പോട്ടിനകത്തോട്ട് ഇത് ഇറക്കി വെച്ച് കൊടുക്കാനാണ്. മറ്റ് 2 ചെറിയ പോട്ടുകൾ അതിനകത്ത് ഇരിപ്പുണ്ട്. ഇനി നമ്മുടെ ഈ പോട്ടും കൂടി അതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ, ഇത് നല്ല വെയിലുള്ള ടെറസിൻ്റെ മുകളിലായതിനാൽ നല്ല വെയിലുണ്ട്. അപ്പോൾ വാട്ടർ ലില്ലി നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും. ഇനി കുറച്ച് അസോളയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്താൽ ഒരാഴ്ച കൊണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ പ്ലാന്റ് പിടിച്ച് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് അസോളയും കൂടി ഇട്ട് കൊടുത്തു. അസോള ഇട്ടാൽ ഇത് എളുപ്പത്തിൽ വളരുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കൊതുകിൻ്റെയൊക്കെ ശല്യം ഉണ്ടാകാതിരിക്കാൻ അസോള ഇടുന്നത് നല്ലതാണ്. അതുപോലെ ഒച്ചിൻ്റെയും ശല്യം കുറയും. കുറച്ചൊക്കെ ഈ അസോള നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ. കുറച്ച് വാട്ടർ ലില്ലിയൊക്കെ ഇങ്ങനെ പോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ ഒരു ട്യൂബറിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്ന കാണിച്ചിരുന്നു. അതും ഞാനിതുപോലെ പോട്ടായിട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ വലിയ പ്ലാന്റായി കഴിയുമ്പോൾ നമുക്കത് മാറ്റി നടാവുന്നതാണ്. ഈ ട്യൂബർ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ, അതിൻ്റെ ട്യൂബറാണ് ഞാൻ നേരത്തെ കാണിച്ച ട്യൂബറാണ്. വെള്ളത്തിലിട്ട് ഒരു ഷെയ്ഡിൽ മുറിക്കകത്തൊക്കെ വെച്ചിരുന്നാൽ വേഗം തന്നെ തൈകളാവുകയും ചെയ്യും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യും.